എല്ലാവർക്കും കുബു സ്റ്റാറ്റ്സിലേക്ക് സ്വാഗതം. SSLC എക്സാം കഴിഞ്ഞു. ഇനി +1 അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് 25-നാണ്. ഇനി അപേക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അപേക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ അപേക്ഷിക്കാനായി പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം. നമ്മളിത് പറയുന്നതനുസരിച്ചൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതിലൊന്നാമതായി വേണ്ടത് ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡ് കൊണ്ടുപോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണെന്നൊന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായി വേണ്ടത് SSLC സർട്ടിഫിക്കറ്റാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇനി മൂന്നായിട്ട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം. അടുത്തത് വേണ്ടത് TC സർട്ടിഫിക്കറ്റാണ്. TC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അതാത് സ്കൂളിലെ ഓഫീസിൽ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ SSLCക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ സ്പോർട്സ്, ആർട്സ്, അതുപോലെ ശാസ്ത്രമേള തുടങ്ങിയവയിലൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, സ്കൂളിലെ ക്ലബ്ബുകൾ അതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അല്ല, EWS തുടങ്ങിയ റിസർവേഷനുമായി ബന്ധപ്പെട്ട ഉള്ള വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്നത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് SC, ST, OBC അല്ല, എന്നാൽ 8 ലക്ഷത്തിന് താഴെയാണ് വാർഷിക വരുമാനമുള്ള അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് EWS ഒക്കെ അനുവദിക്കുക. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. മറ്റൊന്ന് ജാതി സർട്ടിഫിക്കറ്റാണത്. കാരണം OECക്കൊക്കെ ഫീസ് ഇളവുള്ളതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാതി സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറാണ്. കാരണം നിങ്ങളുടെ OTP വരുന്നത്, പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത് ഈ ഒരു മൊബൈലിലേക്കായിരിക്കും. അതുകൊണ്ട് ആക്റ്റീവായിട്ടുള്ളത് സ്ഥിരമായി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു മൊബൈൽ ഫോണും കൂടി കയ്യിൽ കരുതാവുന്നതാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അക്ഷയയിൽ പോയി +1 അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുക. 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. അതിലൊന്ന് ആപ്ലിക്കേഷൻ നമ്പറാണ്. അതുപോലെ രണ്ടാമത്തത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പാസ്വേഡ്, മറ്റൊന്ന് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത്, ഇത് 3ഉം നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഓർത്തിരിക്കാമെന്ന് വിചാരിച്ചാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് അത് നിങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക. ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നും ഏതൊക്കെ സ്കൂളുകൾ വേണമെന്നും കൃത്യമായി ഓർഡർ ചെയ്ത് വയ്ക്കുക. കാരണം അക്ഷയ സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ ആ സമയത്ത് വളരെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായി ഓർഡർ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ഏത് ഗ്രൂപ്പ് എടുക്കുന്നു, ഏത് സ്കൂള്, ഇതൊന്നും നിങ്ങൾ നോക്കരുത്. പകരം നിങ്ങളുടെ സ്വന്തം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഏത് ഗ്രൂപ്പെന്ന് നിശ്ചയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ നിങ്ങൾ നിശ്ചയിച്ച് ക്രമമായിട്ട് കൊടുക്കുക. ഇനി ചിലർക്കുള്ളൊരു സംശയമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു സ്കൂളിൽ നിങ്ങൾ സയൻസിന് കൊടുത്തെന്ന് വിചാരിക്കുക, അതേ സ്കൂളിൽ കൊമേഴ്സിനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനോ കൊടുത്തെന്നോർത്ത് യാതൊരു കുഴപ്പവുമില്ല. ഒരേ സ്കൂളിൽ ഇതിലേത് സ്ട്രീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ഇതിൽ വരുന്ന സ്കൂൾ ആണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളായിരിക്കും ലഭിക്കുക. ഇത് ജസ്റ്റ് എങ്ങനെ അലോട്ട്മെൻറ്റ് വരുന്നു എന്നതിനൊരു ഉദാഹരണം മാത്രമാണ്. പിന്നീട് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ടെമ്പററിയായി, അതായത് താൽക്കാലികമായി നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. കാരണം ഒരുപക്ഷെ നിങ്ങൾ 1ാമതോ 2ാമതോ നൽകിയ സ്കൂളായിരിക്കില്ല, ഒരുപക്ഷെ ഒരു 8ാമത് നൽകിയ സ്കൂളായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും ആ സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം. പകരം അടുത്ത അലോട്ട്മെൻറ്റിനായി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി ചിലപ്പോൾ അഡ്മിഷൻ പോലും ലഭിക്കാതെ പോകും. പകരം കിട്ടിയ സ്കൂളിൽ താൽക്കാലികമായി അഡ്മിഷൻ എടുത്താൽ അടുത്ത അലോട്ട്മെൻറ്റിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഏതെങ്കിലും ഒന്നാവും ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടെമ്പററിയായി അഡ്മിഷൻ എടുത്ത് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ സ്കൂളിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.